Hi friends, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് വിൻഡോസ് 11 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒക്ടോബർ 5 മുതൽ വിൻഡോസ് 11ന്റെ സ്റ്റേബിൾ വേർഷൻ റിലീസ് ആയിരിക്കുകയാണ്. സ്റ്റേബിൾ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ആക്റ്റീവ് വിൻഡോസ് 10 ലൈസൻസ് ഉണ്ടെങ്കിൽ, അതിപ്പം 10 ഹോം ആണെങ്കിൽ നിങ്ങൾക്ക് 11 ഹോമിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 10 പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് 11 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗൂഗിളിൽ ഡൗൺലോഡ് വിൻഡോസ് 11 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും, വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം PC ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഹാർഡ്വെയർ കോമ്പാറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ മീഡിയ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൽ ഇൻസ്റ്റാളേഷൻ മീഡിയ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ISO ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വിൻഡോസ് അപ്ഡേറ്റ് എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അപ്ഗ്രേഡ് ടു വിൻഡോസ് 11 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അതിപ്പോൾ എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടില്ല. വന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ PC ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ സപ്പോർട്ടഡ് അല്ലാത്തത്, അതായത് നിങ്ങളുടെ പ്രോസസ്സർ സപ്പോർട്ട് അല്ല അല്ലെങ്കിൽ TPM സപ്പോർട്ട് അല്ല, അപ്പോൾ അവർക്ക് എങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പറയുന്നത്. പെർഫോമൻസ് വൈസ് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, എന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതായത് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. രജിസ്ട്രി എഡിറ്റിൽ നമ്മളൊരു ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പം വീഡിയോയിൽ കാണിച്ചു തരാം. രജിസ്ട്രിയിൽ ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക, റണ്ണ് കൊടുക്കുക. ഇപ്പോൾ റൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ Regedit എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അതായത് Regedit എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ രജിസ്ട്രി എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ HKey ലോക്കൽ മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ സിസ്റ്റം ക്ലിക്ക് ചെയ്യുക, സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ MO സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പുതിയൊരു Dword ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ന്യൂ കൊടുക്കുക, Dword 32-bit വാല്യൂ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരു വാല്യൂ ആണ് AllowUpgradesWithUnsupportedTPMOrCPU എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് നമ്മൾ അവിടെ വാല്യൂവിൽ കൊടുക്കുക. അതിനുശേഷം എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഡാറ്റ 1 ആയിട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ISO ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവുക. ഡൗൺലോഡ് വിൻഡോസ് 11 സെർച്ച് ചെയ്താണെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് വിൻഡോസ് 11 എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ISO ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിൻഡോസ് 11 കൊടുക്കുന്നു, അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുന്നു. ISO ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. അതിപ്പോൾ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുത്താണെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇൻസ്റ്റാൾ വിൻഡോസ് 11 എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ചെക്കിംഗ് അപ്ഡേറ്റ്സ് എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് സമയം എടുക്കും. അടുത്തവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചെക്കിംഗ് യുവർ PC എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഹാർഡ്വെയർ ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ നമുക്കിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നു. അല്ലെങ്കിൽ മുമ്പത്തെ ഒരു സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ രജിസ്ട്രിയിൽ എഡിറ്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുന്നു. ഗെറ്റിംഗ് അപ്ഡേറ്റ്സ് എന്നിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അപ്ഡേറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം മേക്കിംഗ് ഷുവർ ദാറ്റ് യു ആർ റെഡി ടു ഇൻസ്റ്റാൾ, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും റെഡി ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ വിൻഡോസ് 11 പ്രോ, പിന്നെ കീപ് പേഴ്സണൽ ഫയൽസ് ആൻഡ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫയലും കീപ്പ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ജസ്റ്റ് നത്തിങ് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഫയൽസ് മാത്രം കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒന്നും കീപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കീപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഫയൽസും ആപ്ലിക്കേഷൻസും എല്ലാം വേണ്ടതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തന്നെ ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാളേഷന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇടയ്ക്ക് റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിൻഡോസ് 11ലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എല്ലാം ഇപ്പോൾ പെയ്ഡ് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്